നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് 2 ആണ്ട്. അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. വയോജനങ്ങൾക്കും ഗർഭിണികൾക്കും പോഷകാഹാര കിറ്റ് വിതരണം ചെയ്ത് അളഗപ്പ് നഗർ പഞ്ചായത്ത്. കിണർ റീചാർജിംഗിന് 25 ലക്ഷം രൂപയുടെ പദ്ധതിയുമായി മുരിയാട് പഞ്ചായത്ത്. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് 2 ആണ്ട്. കോൺഗ്രസിലെ അതികായനും ജനകീയനായ രാഷ്ട്രീയ നേതാവുമായിരുന്നു കേരളത്തിന്റെ ഉമ്മൻചാണ്ടി. 2023 ജൂലൈ 18 കേരളക്കരയെ ആകെ ദുഃഖത്തിലാക്കി ഉമ്മൻചാണ്ടിയുടെ വിയോഗ വാർത്ത എത്തിയത്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി ഇപ്പോഴും നികത്താനാകാത്ത വിടവായി നിലകൊള്ളുന്നു. എന്നും എപ്പോഴും ആൾക്കൂട്ടങ്ങൾക്കിടയിൽ മാത്രം ജീവിച്ച നേതാവ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിലേക്ക് പടികയറിയ ഒരാളല്ല ഉമ്മൻചാണ്ടി. കോളേജ് കാലത്ത് തന്നെ തുടങ്ങി വെച്ചതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം. രാഷ്ട്രീയ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ കേൾക്കേണ്ടി വന്ന പഴികളെല്ലാം ചെറുപുഞ്ചിരിയോടെ അതിന്റെ വഴിക്ക് വിട്ടു. 5 പതിറ്റാണ്ട് നിയമസഭാ അംഗവും 2 തവണ മുഖ്യമന്ത്രിയുമായിരുന്നു ഉമ്മൻചാണ്ടി. കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആശങ്കയില്ലാതെ മറികടക്കാൻ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന കഴിവായിരുന്നു കേരളീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അദ്ദേഹത്തെ പ്രബലനാക്കിയത്. കെ കരുണാകരന് ശേഷം കോൺഗ്രസിന്റെ അമരക്കാരനായിരുന്നു ഉമ്മൻചാണ്ടി. ജനങ്ങളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കുഞ്ഞുഞ്ഞിന്റെ ശക്തി. 1/2 നൂറ്റാണ്ടുകാലം നിയമസഭയിൽ പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചു. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും സഭയിൽ കോൺഗ്രസിന്റെ നാവായി മാറി. തന്നെ കല്ലെറിഞ്ഞവർക്കുമേൽ തിരികെ എയ്യാൻ പാകമായ ശരങ്ങൾ കിട്ടിയപ്പോഴും ഉമ്മൻചാണ്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് തനിക്ക് ആരോടും പകയില്ല എന്നാണ്. അദ്ദേഹം ബാക്കി വെച്ചു പോയ മനുഷ്യത്വത്തിന്റെ ഒരു പിടി ശേഷിപ്പുകൾ തന്നെ ധാരാളമാണ് ആ ജനകീയ നേതാവിനെ ഇനിയുള്ള കാലം ഓർത്തുവയ്ക്കാൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ പറപ്പൂക്കര ജീവജ്യോതി അഗതി മന്ദിരത്തിലെ അമ്മമാർക്ക് സ്നേഹവിരുന്നൊരുക്കി കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം മുൻ MLA MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബിൻ പുതുശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാറയിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി സെബി കൊടിയൻ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, സ്റ്റാൻലോ ജോർജ്, M ശ്രീകുമാർ, വർഗീസ് തെക്കേത്തല, മേജോ പനങ്കുളം, ഫ്രാൻസിസ് പടിഞ്ഞാറത്തല, റീന ഫ്രാൻസിസ്, MK രാജേഷ് കുമാർ, ഷീബ സുരു, PP ചന്ദ്രൻ, സത്യൻ പാട്ടത്തിൽ, യോഹന്നാൻ എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി. അഗതി മന്ദിരത്തിലെ അമ്മമാർക്ക് ആവശ്യമായ പുതപ്പും വസ്ത്രവും നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആചരിച്ച് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി. അനുസ്മരണ പരിപാടികൾ മുൻ മണ്ഡലം പ്രസിഡന്റ് VK വേലുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, KJ ജോജു, PP ചന്ദ്രൻ, ഷൈനി ജോജു, രജനി സുധാകരൻ, MA അനീഷ് കുമാർ, ജെയിംസ് പറപ്പുള്ളി എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, AM ബിജു, സായുജ് സുരേന്ദ്രൻ, ഷൈനി ബാബു, ജിനേഷ് വെട്ടിയാട്ടിൽ, സൂരജ് കുണ്ടനി, ലിനോ മൈക്കിൾ, ജെയ്സൺ പിടിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. പോൾസൺ തെക്കുംപീടിക, ഹേമലത സുകുമാരൻ, ഷെന്നി പനോക്കാരൻ, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, വിൽസൺ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും ഉമ്മൻചാണ്ടി സ്മാരക ചികിത്സാ ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി കല്ലൂർ ബാബു
ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റിന്റെ പ്രോഗ്രാം ചെയർമാൻ മോഹനൻ തൊഴുക്കാട്ട് അധ്യക്ഷനായി. പോൾസൺ തെക്കുംപീടിക, സന്ദീപ് കണയത്ത്, ഷെന്നി ആന്റോ പനോക്കാരൻ, വിനോജ് ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. ട്രസ്റ്റ് ഭാരവാഹികളായ ചെറിയ ചീനപ്പിള്ളി, KT ടോമി, റാമി M മാണി എന്നിവർ നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറത്തല അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് UDF കൺവീനർ സോമൻ മുത്രത്തിക്കര അനുസ്മരണം നടത്തി. INTUC അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. ആന്റണി കുറ്റുകാരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് പറേക്കാടൻ അധ്യക്ഷത വഹിച്ചു. ജിജോ ജോൺ, ജയൻ കൂവക്കാടൻ, സിജോ പുന്നക്കര, ജിമ്മി മഞ്ഞളി, ഹനീഫ, പോൾസൺ എന്നിവർ പ്രസംഗിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ജീവകാരുണ്യ സ്പർശം പദ്ധതിയും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് അമ്പിളി ഹരി അധ്യക്ഷയായി. ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സന്ദീപ് വെള്ളാനി, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശാലിനി ജോയ്, പുതുക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AB പ്രിൻസ്, സെക്രട്ടറിമാരായ പിയൂസ് ഇഞ്ചക്കുണ്ട്, നൌഷാദ് കല്ലൂപ്പറമ്പിൽ, സുജീഷ് കോരുശ്ശേരി, ജിനേഷ് വെട്ടിയാട്ടിൽ, ബെന്നി തൊണ്ടുങ്ങൽ എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പാടത്തുപറമ്പിലിന്റെ നേതൃത്വത്തിൽ 15-അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. വയോജനങ്ങൾക്കും ഗർഭിണികൾക്കും പോഷകാഹാര കിറ്റ് വിതരണം ചെയ്ത് അളഗപ്പനഗർ പഞ്ചായത്ത്. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രിൻസി ഡേവിസ്, ജിജോ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസൺ തയ്യാലക്കൽ, PS പ്രീജു, അശ്വതി പ്രവീൺ, നിമിത ജോൺ, PK ശേഖരൻ, സജന ഷിബു, PS ദിനിൽ എന്നിവർ പ്രസംഗിച്ചു. ICDS സൂപ്പർവൈസർ സുധാകുമാരി ക്ലാസ് എടുത്തു. നമ്മുടെ നാട്ടിലെ ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ഈ പദ്ധതി ഇന്നിവിടെ നടപ്പിലാക്കുന്നത്. 3 പരിപാടിയാണ് ഇത്തവണ പഞ്ചായത്ത് ഈ പോഷകാഹാരം കൊടുക്കുന്ന പദ്ധതിയായിട്ട് വെച്ചത്. 1 വയോജനങ്ങൾക്ക് പോഷകാഹാരം, 2 ഗർഭിണികൾക്ക് പോഷകാഹാരം, 3 TB പേഷ്യന്റിന് പോഷകാഹാരം. ശുദ്ധജല സ്വാശ്രയത്വം എന്ന ലക്ഷ്യത്തിനായി ഗ്രീൻ മുരിയാട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ 300 കിണറുകൾ ആദ്യഘട്ടത്തിൽ റീചാർജ് ചെയ്യുന്നതിനുള്ള പദ്ധതി മുരിയാട് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചു. കൂടാതെ NRGയും കിണർ റീചാർജിങ്ങിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 300 NRG പദ്ധതിക്ക് പുറമെ 25 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഇതിനായി നീക്കിവച്ചിട്ടുള്ളത്. ഗുണഭോക്തൃ സംഗമത്തിൽ വെച്ച് ബ്രൌഷർ പ്രകാശനം ചെയ്ത് പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു. VO ഗീത പദ്ധതി വിശദീകരിച്ചു. വട്ടനാത്ര മേടംകുളങ്ങര ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഞായറാഴ്ച നടക്കും. പുതുക്കാട് തെക്കേത്തുറവ് വള്ളിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീരാജ് ഭട്ടത്തിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി മനോജ് നമ്പൂതിരിപ്പാട് സഹകാർമ്മികനായി. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് മുരളീധരൻ ചേലാട്ട്, സെക്രട്ടറി ചന്ദ്രൻ പെരുമ്പഴഞ്ഞി എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി ആശുപത്രിയിലെ വിമുക്തി ഡി അഡിക്ഷൻ നവീകരണത്തിന് നേതൃത്വം നൽകിയ ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജുവിനെ സനീഷ് കുമാർ ജോസഫ് MLA ആദരിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, താലൂക്ക് സൂപ്രണ്ട് ഡോക്ടർ MA മിനിമോൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്ഥലം മാറിപ്പോകുന്ന തെക്കേത്തുറവ് വില്ലേജ് ഓഫീസർ അൻവർ ഷാക്ക് യാത്രയയപ്പ് നൽകി തുറവ് വില്ലേജ് ജനകീയ സമിതി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സെബി കൊടിയൻ, CC സോമസുന്ദരൻ, പഞ്ചായത്ത് അംഗങ്ങളായ CP സജീവൻ, ഷാജു കാളിയങ്കര, ഫിലോമിന ഫ്രാൻസിസ്, ജനകീയ സമിതി അംഗങ്ങളായ MA ഫ്രാൻസിസ്, സുനന്ദ ശശി, PJ ആന്റണി, PC കറപ്പൻ, ബേബി നെന്മണിക്കര എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഏറ്റവും പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ്. ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഏറ്റവും പൊതുജനസമ്പർക്കം വരുന്ന ഒരു പദവിയാണ് വില്ലേജ് ഓഫീസ്. നമുക്കറിയാം, വില്ലേജ് ഓഫീസിന്റെ ഗേറ്റിൽ അവിടെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ നിരവധിയായ ആവശ്യങ്ങൾക്ക് എന്നും കയറുന്ന ഒരു ഓഫീസാണ്. നമുക്കറിയാം, ഏറ്റവും തിരക്കുള്ള ഓഫീസാണ് പഞ്ചായത്ത് ഓഫീസ്. ഇത്രയും വലിയ ഓഫീസ്, ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ്മെന്റ്, അവിടെ വരുന്നതിലും കൂടുതൽ ആളുകൾ വില്ലേജ് ഓഫീസിൽ പല പല ആവശ്യങ്ങൾക്കായിട്ട് ദിവസം വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജനകീയ സമിതിയാണ് ഇവിടെ കൂടുന്നതെങ്കിലും നമ്മളൊരു യാത്രയയപ്പ് യോഗമാണെന്ന് ഇതിൻ്റെ കൂടെ നടത്തുന്നത്. നമുക്കറിയാം, ഏറ്റവും ഇന്നിവിടെ വന്നിട്ടുള്ള വില്ലേജ് ഓഫീസർമാരിൽ
ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളുമായി ഏറ്റവും ബന്ധം അതിന്റെ സ്വതസിദ്ധമായ വഴിയോടൊക്കെ പോകുന്നുണ്ട് നമുക്കറിയാം. അതിനുശേഷം താലൂക്ക് സഭയുണ്ട്. താലൂക്ക് സഭയ്ക്ക് മിക്കവാറും ഞാൻ പോകാറുണ്ട്. അവിടെയും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ ഒരുവിധമൊക്കെ പരിഹരിച്ചു വരുന്നുണ്ട്. അതിനൊക്കെ ഏറ്റവും മിടുക്കനായ ഒരു വില്ലേജ് ഓഫീസറാണ് നമ്മുടെ കൂടെയുള്ളത്. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി 165ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയും ക്യാമ്പ് നടത്തുന്നുണ്ടെന്ന് ഭാരവാഹികളായ P രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത്, MR ആംസൺ എന്നിവർ അറിയിച്ചു. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെയും ചേർപ്പ് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുതുക്കാട് വെച്ച് നേത്രപരിശോധന ക്യാമ്പും ചികിത്സാ നിർണയവും നടത്തി. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TS സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ഡോക്ടർ അഞ്ജു ജോസഫ്, ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം P തങ്കം, KV രാമകൃഷ്ണൻ, KO പൊറിഞ്ചു, K സുകുമാരൻ, TA വേലായുധൻ, PV ഷാർഗൻ, K സദാനന്ദൻ, CK ജോസഫ്, CP ത്രേസ്യ, ആൻഡോ മലയാറ്റി, PV ദേവസി, PM ഹനീഫ, TM രാമൻകുട്ടി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അതിരപ്പിള്ളിയിൽ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച ചാരായവുമായി യുവാവിനെ ചാലക്കുടി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വെറ്റിലപ്പാറ 15 വെളിയത്ത് പറമ്പിൽ വീട്ടിൽ 47 വയസ്സുള്ള ജിനേഷ് കുമാർ ആണ് അറസ്റ്റിലായത്. എക്സൈസിന്റെ അന്വേഷണത്തിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് 100 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു. ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തിലന്റെ നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയത്. കാലാവസ്ഥ. കൂടിയ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. ജില്ലാ പഞ്ചായത്തിനു കീഴിലുള്ള കായികാധ്യാപകർ ഇല്ലാത്ത സ്കൂളുകളിൽ കായികാധ്യാപകരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി ജൂലൈ 21 രാവിലെ 10 മുതൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ അഭിമുഖം നടക്കും. BPS, MPEd, തത്തുല്യ യോഗ്യത, കേട്ടക് കാറ്റഗറി 4 തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,100 രൂപ, പവന് 72,800 രൂപ. വെള്ളാനിക്കോട് കുറുക്കഞ്ചേരിക്കാരൻ തങ്കച്ചൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11:30 വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ. ജെസിയാണ് ഭാര്യ. ഫാൻഡ റോസ്, മേഴ്സൽ വർഗീസ്, ജോൺലി എന്നിവർ മക്കളും ജോമോൻ മരുമകനുമാണ്. ചെങ്ങാലൂർ തരകൻ പൂവത്തുകാരൻ പരേതനായ ചെറിയാൻ ഭാര്യ സൂസി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിന്നി, ഡെന്നി, സാനി, ഓമന, ബാബു, സോന എന്നിവർ മക്കളും ലീന, ഷീജ, വിമല, ജോസ്, ലിജി, ഡേവിസ് എന്നിവർ മരുമക്കളുമാണ്. തലൂർ അറയ്ക്കൽ മാറോക്കി പൊറിഞ്ചു അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 തലൂർ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് 2 ആണ്ട്. അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. വയോജനങ്ങൾക്കും ഗർഭിണികൾക്കും പോഷകാഹാര കിറ്റ് വിതരണം ചെയ്ത് അളഗപ്പ് നഗർ പഞ്ചായത്ത്. കിണർ റീചാർജിംഗിന് 25 ലക്ഷം രൂപയുടെ പദ്ധതിയുമായി മുരിയാട് പഞ്ചായത്ത്. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.